യഥാർത്ഥത്തിൽ ഈ ഔട്ടായ മത്സരാർത്ഥികളെ അകത്തേക്ക് വിളിച്ച പ്രവൃത്തിയെ ഒറ്റ വരിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. അനുമോളെ ജയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച വിഡ്ഢികളുടെ റീ എൻട്രി എന്ന്. ഇങ്ങനെ പറയാൻ കാരണം ഔട്ടായ മത്സരാർത്ഥികളെല്ലാവരും അകത്ത് കയറിയതിന് ശേഷം ആദ്യ നാളുകളിൽ അനുമോളെ എങ്ങനെയാണോ കൂട്ടമായി ചേർന്ന് അറ്റാക്ക് ചെയ്തത്, സമാനമായ രീതി തന്നെയാണ് ഇപ്പോഴും അവിടെ പിന്തുടരുന്നത്. ഇവരുടെ തലയിൽ അത്യാവശ്യം മൂളയുണ്ടായിരുന്നെങ്കിൽ, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചിന്തിക്കണമായിരുന്നു, പുറത്ത് അനുമോൾക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട്. അകത്ത് കയറി വന്ന് വീണ്ടും അനുമോളെ ഓരോന്ന് പറഞ്ഞാൽ അനുമോൾക്ക് പുറത്ത് സിമ്പതി കൂടുമെന്നും അത് വോട്ടായിട്ട് മാറുമെന്നും ചിന്തിക്കാനുള്ള ലെവലേശം പോകുന്ന ബുദ്ധി പോലും അവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശൈത്യ, ബിൻസി, അപ്പാനി പോലെയുള്ള ആൾക്കാർക്ക്. അവർ കൂട്ടമായി അനുമോളെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് അനുമോൾക്ക് തന്നെയാണ്. കാര്യം അനുമോൾക്ക് ഒരുപാട് വോട്ട്, സിമ്പതിയുടെ പുറത്ത് ഒരുപാട് വോട്ട്, ഒരു പാവം കുട്ടി എന്നൊരു ഇമേജിൻ്റെ പുറത്ത് ഒരുപാട് വോട്ട് ഈ റീ എൻട്രി ചെയ്ത് വന്നവരുടെ പ്രവൃത്തി മൂലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന സമയത്ത് കിരീടം തലയിലേന്തുന്നത് അനുമോൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട.